ലോകരാജ്യങ്ങളുടെ കാര്യത്തിൽ കാര്യങ്ങൾ മൊത്തം മാറി മറിയുകയാണ്. രാജ്യത്തിന് നേരെ മറ്റൊരു സൈനിക ആക്രമണത്തിന് കൂടി ഇസ്രയേൽ മുതിർന്നാൽ വലിയ തോതിലുള്ള ആക്രമണത്തിന് ഇരയാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാൻ. ഇറാനെതിരെയുള്ള നീക്കം തുടരുന്ന ഇസ്രയേലിന് താക്കീത് നൽകിയിരിക്കുന്നത് വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗ്ചി തന്നെയാണ്. ഏത് ആക്രമണത്തോടും പ്രതികരിക്കാനുള്ള പൂർണ്ണ സന്നദ്ധയ്ക്കൊപ്പം നയതന്ത്ര ശ്രമങ്ങളോടുള്ള തന്റെ രാജ്യത്തിന്റെ പ്രതിബദ്ധതയെ പറ്റിയും അദ്ദേഹം പറഞ്ഞു. ഇത്തരം അശ്രദ്ധമായ നടപടികളിൽ നിന്നും ഇസ്രയേൽ വിട്ടുനിൽക്കണമെന്ന് പ്രതീക്ഷിക്കുന്നതായും, അല്ലെങ്കിൽ ഇത് ഇസ്രയേലിന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായ വലിയ യുദ്ധത്തിലേക്ക് വഴിവെക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കാനും സമാധാനപരമായ ആശയങ്ങൾ പിന്തുടരാനും ചൈന ഉൾപ്പെടെയുള്ള പ്രാദേശിക അന്തർദേശീയ സഖ്യകക്ഷികളുമായി ഇടപഴകാനുമുള്ള ഇറാന്റെ താൽപര്യത്തെക്കുറിച്ചും എടുത്തു പറഞ്ഞു. ഇറാൻ സഖ്യകക്ഷിയായ ഹൂതി സേന നടത്തിയ ആക്രമണത്തിൽ പ്രകോപിതരായി പ്രത്യാക്രമണം നടത്താനെത്തിയ ഇസ്രയേലിന് നേരെ ഇറാൻ ആക്രമണം ശക്തമാക്കിയപ്പോൾ അതിന് പ്രതികാരമായി ഇറാന്റെ റഡാർ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ വലിയ തോതിലുള്ള വ്യോമാക്രമണം നടത്തിയത്. ഹമാസ് രാഷ്ട്രീയ നേതാവ് ഇസ്മയിൽ ഹനിയെയും ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള ഉൾപ്പെടെ ഇറാനുമായി സഖ്യമുണ്ടാക്കിയ പ്രധാന വ്യക്തികളുടെ കൊലപാതകങ്ങളിലേക്കാണ് ഇത് വഴിവെച്ചത്. ചെയ്തു വെച്ച പ്രവർത്തികളുടെ എല്ലാം ഫലമായി തന്നെ ഊരാക്കുടുക്കിലാണ് ഇപ്പോൾ ഇസ്രയേൽ ഉള്ളത്. ഉണ്ടാക്കി വെച്ച കുരുക്കുകളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്നതിൽ ഇസ്രയേലിന് വലിയ ധാരണകളൊന്നും തന്നെയില്ല. IDF മേധാവിയുടെ മുന്നറിയിപ്പിനെ തുടർന്ന് ഇസ്രയേൽ സൈന്യം അതീവ ജാഗ്രതയിലാണെന്ന റിപ്പോർട്ടുകളും നിലവിൽ പുറത്തു വരുന്നുണ്ട്. ഇസ്രയേലിനെതിരെ ഇറാൻ കടുത്ത നടപടികൾ കൈക്കൊള്ളുന്ന വാർത്ത പുറത്തു വരുന്നതിന് പിന്നാലെ ഇസ്രയേൽ ഭരണകൂടത്തിന്റെ സൈന്യം അതീവ ജാഗ്രതയിലാണെന്ന് ഇസ്രയേലി വാർത്ത ഔട്ട്ലൈറ്റ് വാല റിപ്പോർട്ട് ചെയ്തു. ഏതു നിമിഷവും ഇറാനിൽ നിന്നും ഒരു ഇരുട്ടടി പ്രതീക്ഷിച്ചിരിക്കുന്ന ഇസ്രയേലിന് കൂടുതൽ ജാഗ്രതാ മുന്നറിയിപ്പ് എന്നോണം റഷ്യയുമായുള്ള സഹകരണം കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇറാൻ. ജനുവരി 17-ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിന്റെ റഷ്യൻ സന്ദർശന വേളയിൽ റഷ്യയുമായുള്ള സമഗ്ര സഹകരണ കരാറിൽ ഒപ്പുവെക്കുമെന്ന് ഇറാൻ പ്രതീക്ഷ അർപ്പിക്കുന്നതായി സർക്കാർ വക്താവ് ഫതേമ മൊഹജരാനി പറഞ്ഞു. ഒക്ടോബറിൽ റഷ്യയിലെ കാസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ ഇറാൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയതായും കരാറിന് അന്തിമ രൂപം നൽകുന്നതിനെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചതായും മൊഹജരാനി പറഞ്ഞു. റഷ്യയുമായുള്ള സഹകരണം ഇറാൻ വർദ്ധിപ്പിക്കുന്നതിൽ ഇസ്രയേൽ കടുത്ത ജാഗരൂകരാണ്. അതിൽ ഭവിഷ്യത്തുകൾ ഇസ്രയേലിന് നല്ലതുപോലെ അറിയാം. ഇത് ഇസ്രയേലിനെ മാത്രമല്ല അമേരിക്ക കൂടി ബാധിക്കും എന്നതാണ് ഏറ്റവും വലിയ കാരണം. ഇറാന്റെ ഭീഷണികൾ വർദ്ധിക്കുന്നതിനിടയിലും ഗാസയിലെ വംശഹത്യ നിർത്താനുള്ള തീരുമാനം നെതന്യാഹു എടുക്കുന്നില്ല എന്നത് ഇറാനെ പ്രകോപിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ്. വെടിനിർത്തൽ ചർച്ചകൾക്കൊക്കെ പുല്ലുവില കൽപ്പിക്കുന്ന ഇസ്രയേലിന് വൻ ആക്രമണത്തിലൂടെ മാത്രമേ ഇതിനുള്ള മറുപടി നൽകാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇസ്രയേൽ പ്രതിരോധ സേന നടത്തിയ ആക്രമണത്തിൽ 100-ലധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ ഗാസ സംഘർഷം അവസാനിപ്പിക്കുന്നതിനും ഹമാസിന്റെ പിടിയിലുള്ള ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള ചർച്ചകൾ നിലച്ചിരിക്കുകയാണ്. ഗാസയിൽ ഒന്നടങ്ങുമ്പോഴേക്കും വീണ്ടും പ്രകോപനവുമായി എത്തുന്ന ഇസ്രയേലിനെ ഇനി വേരോടെ പിഴുതെറിയും എന്നാണ് ഇറാന്റെ നിലവിലെ മുന്നറിയിപ്പുകൾ നൽകുന്ന സൂചന. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി മോചിപ്പിക്കേണ്ട 34 തടവുകാരുടെ പട്ടിക ഹമാസ് അംഗീകരിച്ചിരുന്നു. എന്നാൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ഈ അവകാശവാദം നിരസിച്ചു കഴിഞ്ഞു. അത്തരമൊരു പട്ടിക നൽകിയിട്ടില്ല എന്നാണ് ഇസ്രയേലിന്റെ വാദം. എന്നാൽ ഹമാസ് ഉദ്യോഗസ്ഥർ റോയിട്ടേഴ്സുമായി ഇത് സംബന്ധിച്ച ചർച്ചകൾ നടത്തുകയും ബന്ദികളുടെ പട്ടിക റോയിട്ടേഴ്സിന് കൈമാറുകയും ചെയ്തിരുന്നു. തന്റെ സേനയെ പലസ്തീനിലേക്ക് അയക്കുന്ന നെതന്യാഹു അറിയുന്നില്ല അവിടെ വരെ എത്തി നിൽക്കുന്നത് പ്രാദേശിക പ്രതിരോധ ഗ്രൂപ്പുകളുടെ പ്രത്യാക്രമണങ്ങളാണെന്ന്. യുദ്ധം അവസാനിപ്പിക്കാൻ ഇനിയും ഇസ്രയേൽ തയ്യാറായില്ലെങ്കിൽ അത് രാജ്യത്തിനകത്ത് തന്നെ വലിയ സംഘർഷങ്ങൾക്ക് തിരികൊളുത്തുകയും പിന്നെ അകത്തും പുറത്തും നിൽക്കാൻ സാധിക്കാത്ത വിധം നെതന്യാഹുവിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുകയും ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇക്കക്കളി ഇല്ലാതാകുമ്പോഴാണ് ഒത്തുതീർപ്പുമായി നെതന്യാഹു വരുന്നതെങ്കിൽ ഒരുപക്ഷെ അപ്പോൾ ഇസ്രയേലിനെ കാത്തിരിക്കുന്നത് ഇറാന്റെ വക വൻ പ്രത്യാക്രമണം തന്നെയായിരിക്കും. അതിന് ഇനി സംശയങ്ങളൊന്നുമില്ല.